വെൽക്കം ടു CS ട്രാവൽ ബൈറ്റ്സ്. ഇന്ന് നമ്മൾ ചായക്കടയിലൊക്കെ കിട്ടുന്ന അതേ രുചിയിലുള്ള ഒരു ബോണ്ടയാണ് ഉണ്ടാക്കുന്നത്. ഇതിന് നമ്മുടെ നാട്ടില് പല പേരുകളിൽ അറിയപ്പെടാറുണ്ട്. കായപ്പം, പഴബോണ്ട, ഉണ്ടംപൊരി, ഇങ്ങനെ പല പേരുകളിലായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് അറിയപ്പെടാറുണ്ട്. നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. ബോണ്ട ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു 1/2 കപ്പ് മൈദയും കൂടെ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ഒന്ന് മിക്സ് ചെയ്യുക. ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഇത് ഈ ഗോതമ്പ് പൊടി തന്നെ വെച്ച് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ ഈ മൈദ ഇടുന്ന എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ ഗോതമ്പിന്റെ ആ ഒരു ടേസ്റ്റ് മുന്നിൽ നിൽക്കാതിരിക്കാൻ വേണ്ടി എന്നുള്ളതേ ഉള്ളൂ. ഗോതമ്പ് പൊടി തന്നെ വെച്ച് വേണമെങ്കിലും ചെയ്യാം. ഇതിനെ ഇനി നമുക്ക് ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന 3 പഴം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ഇതിലേക്ക് 1/2 കപ്പ് ശർക്കര ചിരകി എടുത്തേക്കുന്നത് ഇതിനെ നമ്മൾ പാനിയാക്കിയിട്ട് നമ്മളിത് അരിച്ചെടുത്ത് ഈ പഴത്തിൻ്റെ കൂടെ ചേർക്കുക. ഇതിലേക്ക് ഒരു 3 ഏലക്കയുടെ കുരു ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകവും കൂടെ ഒന്നിട്ട് കൊടുക്കുക. നമുക്കിനി ഇതിനെ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. നമ്മളിനി നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഗോതമ്പ് മാവിലേക്ക് നമ്മൾ ഈ പഴശർക്കര മിക്സർ ചേർത്ത് കൊടുക്കുക. നമുക്കിതിപ്പോൾ ശർക്കരയ്ക്ക് പകരം വേണമെങ്കിൽ പഞ്ചസാര യൂസ് ചെയ്യാം. പക്ഷേ ടേസ്റ്റ് എപ്പോഴും ഇത് ശർക്കരയ്ക്ക് തന്നെയാണ്. ഇതിലേക്ക് നമ്മൾ നുറുക്കിയെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്യുക. ഇതിനി നമുക്ക് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് കൈ ഒന്ന് കഴുകിയിട്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്കിതിനെ ഒന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കണം. അധികമായി പോവല്ല. ഒത്തിരി സോഫ്റ്റും ആവണ്ട, നമുക്ക് ഒത്തിരി ഹാർഡും ആകണ്ട. നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴയ്ക്കുന്ന പോലെ അതിനെക്കാട്ടി ഇച്ചിരി കൂടെ സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം. നമുക്കിത് വെള്ളം നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം. നമ്മളിതിപ്പോൾ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് അധികം ലൂസും അല്ല അധികം ടൈറ്റും അല്ല. നമ്മളിനി ഇത് ഒരു 1/2 മണിക്കൂർ നേരത്തേക്കൊന്ന് മാറ്റി വെക്കുക. നമ്മളിപ്പം ഇത് മാറ്റി വെച്ചിട്ട് 1/2 മണിക്കൂറായി. ഇനിയിപ്പം നമ്മളിതെടുത്ത് ബോൾസ് ആക്കിയിട്ട് ഇതിനെ നമുക്ക് ചൂടായ എണ്ണ വറുത്ത് കോരിയെടുക്കാം. നമ്മളൊരു പാൻ എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ ഇപ്പോൾ ഒരുവിധം ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം. അതിന് നമ്മൾ ആദ്യം ഒന്ന് കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ചെടുത്തിട്ട് അത് നമ്മൾ ഒരു ബോൾ എടുത്ത് നമ്മൾ കയ്യിൽ ഉരുട്ടിയെടുക്കുക. അത്യാവശ്യം ഒരു മീഡിയം സൈസ് ബോൾ ഉണ്ടാക്കി എടുക്കുക നമ്മളിനി. നമുക്കിനി ഇതിനെ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉരുളകളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിനി ഇങ്ങനെ ഇതിനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തോണ്ടിരിക്കുക. നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമുക്കിത് ഒരുപോലെ ഇങ്ങനെ ഓരോ സൈഡും ഒന്നിങ്ങനെ ഉരുട്ടി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സൈഡും ഒരുപോലെ ഈവനായിട്ട് നമുക്ക് കുക്കായി കിട്ടും. ഇതിപ്പം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. എല്ലാം ഒരേ കളറിൽ ഈവനായിട്ട് കുക്കായിട്ടുണ്ട്. നമ്മളിനി ഇത് കോരിയെടുക്കുക. എണ്ണ മാറ്റി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഇനി അടുത്തത് നമ്മൾ കോരിയെടുക്കുക. ഇതുപോലെ ഇനി ബാക്കിയിരിക്കുന്ന നമ്മുടെ മാവും കൂടെ നമ്മൾ ഉണ്ടാക്കുക.
ഇന്നത്തെ ഈ ബോണ്ടയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഞങ്ങളെ കമന്റ് ചെയ്ത് അറിയിക്കണം. അപ്പം നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം.